ഒക്ടോബർ 7 ഹമാസുമായി യുദ്ധം പ്രഖ്യാപിച്ചതിന് ശേഷം ഹമാസിന്റെ 20%-നും 30%-നും ഇടയിലുള്ള പോരാളികളെ മാത്രമാണ് ഇസ്രയേൽ കൊലപ്പെടുത്തിയതെന്ന് വാൾ സ്ട്രീറ്റ് ജേർണലിന്റെ റിപ്പോർട്ട്. യുദ്ധത്തിന് മുമ്പ് ഹമാസിന് ഇസ്രയേലിന്റെ 25,000-നും 30,000-നും ഇടയിൽ പോരാളികൾ ഉണ്ടായിരുന്നുവെന്ന് US ഇന്റലിജൻസ് കണക്കാക്കുന്നു. കൂടാതെ അതിർത്തിയിലെ പോലീസ് സേനയും മറ്റും ഉൾപ്പെടെ 1000-ലധികം അംഗങ്ങൾ വേറെയുമുണ്ടെന്ന് ഡ്രോൺ നിരീക്ഷണത്തിൽ നിന്നും ഇസ്രയേൽ ഇന്റലിജൻസിൽ നിന്നും കണ്ടെത്തിയെന്നും പറയുന്നു. 5,000 മുതൽ 9,000 വരെ പോരാളികൾ കൊല്ലപ്പെട്ടുവെന്നും 10,500 മുതൽ 11,700 വരെ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും US ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നു. ബാക്കിയുള്ള പോരാളികൾ നഷ്ടപ്പെട്ട തങ്ങളുടെ സഹപ്രവർത്തകരുടെ ചുമതലകൾ കൂടി ഏറ്റെടുത്തെന്നും 2-3 ജോലികളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നും പറയുന്നു. ഗാസ സിറ്റിയിൽ തങ്ങളുടെ പോലീസ് സേനയെ പുനഃസ്ഥാപിക്കാനാണ് ഹമാസ് ഉദ്ദേശിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്രയേലിന്റെ കണക്കുകൾ പ്രകാരം ഹമാസിൽ 1000-ലധികം പേർ റെയ്ഡിലും കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രയേൽ പറയുന്നു. 1,66,000-ലധികം പോരാളികൾക്ക് പരിക്കേറ്റെന്നും ഇതിൽ പകുതി പേർക്കും ഇനി പോർക്കളത്തിൽ തുടരാൻ കഴിയില്ലെന്നുമാണ് ഇസ്രയേലിന്റെ വാദം. അതേസമയം ഹമാസിനെ നശിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി 3 മാസം മുമ്പ് യുദ്ധം ആരംഭിച്ച ഇസ്രയേലിന്റെ പരാജയവും US ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കേവലം ഹമാസിന്റെ പോരാളികൾക്കെതിരെ പട നയിക്കുന്നതിന് പകരം സംഘടനയുടെ ഉന്നത നേതാക്കളെ ലക്ഷ്യം വയ്ക്കുന്ന തന്ത്രങ്ങളാണ് ഇസ്രയേൽ ആവിഷ്കരിക്കേണ്ടത് എന്ന് അമേരിക്ക നിരന്തരം ചൂണ്ടിക്കാട്ടുന്നു. നേരത്തെ ഗാസയിൽ നിന്ന് ഇസ്രയേലിന്റെ സൈനിക ഗ്രൂപ്പായ ഗൊലാനി ബ്രിഗേഡ് ഉൾപ്പെടെ ആയിരക്കണക്കിന് സൈനികരെ ഇസ്രയേൽ പിൻവലിച്ചിരുന്നു. യുദ്ധത്തിൽ പരാജയം തുറന്നു സമ്മതിക്കുന്നതാണ് ഈ നീക്കമെന്ന് രാജ്യാന്തര രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. അതിനിടെ ഹമാസ് ബന്ദികളാക്കിയവരെ തിരികെ ലഭിക്കാൻ ഗാസയ്ക്കെതിരായ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ഇസ്രയേൽ പ്രതിപക്ഷ നേതാവ് യായർ ലാപിഡ്. ഹമാസിനെ ഉന്മൂലനം ചെയ്യണമെങ്കിൽ ആദ്യം ബന്ദികളെ പുറത്തെത്തിക്കണമെന്നും ലാപിഡ് പറഞ്ഞു. നിങ്ങൾക്ക് ഹമാസിനെ ഉന്മൂലനം ചെയ്യണമെങ്കിൽ ആദ്യം ബന്ദികളെ പുറത്തെത്തിക്കണം. എത്ര വേദനാജനകമായാലും ഏത് കരാറിനും പൂർണ്ണ പിന്തുണയുണ്ടെന്ന് ഞാൻ നെറ്റ്സിലും പ്രധാനമന്ത്രിയോടും വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ടെന്നും ലാപിഡിനെ ഉദ്ധരിച്ച് GLSS റേഡിയോ പറഞ്ഞു. ഹമാസിനെതിരായ യുദ്ധം സർക്കാർ മോശമായാണ് കൈകാര്യം ചെയ്യുന്നതെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജിവെക്കണമെന്നും യായർ ലാപിഡ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം പലസ്തീന് പരമാധികാര രാഷ്ട്രത്തിനുള്ള അവകാശമുണ്ടെന്ന് ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി സ്റ്റെഫാൻ സെജോൺ പറഞ്ഞു. പലസ്തീനികൾക്ക് പരമാധികാരത്തിനും രാഷ്ട്രപദവിക്കും അവകാശമുണ്ടെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ആ ലക്ഷ്യം കൈവരിക്കാൻ പലസ്തീനികളെ പിന്തുണയ്ക്കുമെന്ന പ്രതിജ്ഞയിൽ ഫ്രാൻസ് വിശ്വസ്തത പുലർത്തുമെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. നേരത്തെ ഇസ്രയേലിന് ഹമാസിനെ ഒരിക്കലും പരാജയപ്പെടുത്താനാവില്ലെന്ന് യുദ്ധ ക്യാബിനറ്റ് മന്ത്രിയും മുൻ കരസേനാ മേധാവിയുമായ ഗാഡി ഐസൻകോട്ട പറഞ്ഞിരുന്നു. IDF മുൻ ചീഫ് ഓഫ് സ്റ്റാഫായിരുന്ന ഐസൻകോട്ട ചാനൽ 12 നൽകിയ അഭിമുഖത്തിലാണ് നെതന്യാഹുവിന്റെ യുദ്ധതന്ത്രങ്ങളെ രൂക്ഷമായി വിമർശിച്ചതും ഇസ്രയേലിന്റെ പരാജയം സമ്മതിച്ചു. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം യുദ്ധനേട്ടമെന്ന പോലെ പറയുന്നതെല്ലാം നുണ മാത്രമാണെന്നും ഐസൻകോട്ട് പറഞ്ഞു. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന അവകാശവാദത്തോടെ തുടങ്ങിയ യുദ്ധം 105 ദിവസം പിന്നിട്ടിട്ടും എങ്ങും എത്തിയിട്ടില്ല. ഹമാസിന്റെ സമ്പൂർണ്ണ പരാജയമെന്നത് നെതന്യാഹുവിന്റെ ദിവാസ്വപ്നം മാത്രമാണ്. അതൊരു പഴങ്കഥയായി മാറും. ഹമാസിനെ തോൽപ്പിക്കാൻ ഇറങ്ങും മുമ്പ് ആദ്യ പരിഗണന നൽകേണ്ടത് ബന്ദികളെ മോചിപ്പിക്കലിനായിരുന്നു. യുദ്ധമല്ല, ചർച്ച മാത്രമാണ് ബന്ദികളെ രക്ഷിക്കാനടക്കമുള്ള എല്ലാത്തിനും പരിഹാരമെന്ന് ഐസൻകോട്ട് മുന്നറിയിപ്പ് നൽകി. നെതന്യാഹുവിനെ പുറന്തള്ളാതെ യുദ്ധത്തിൽ വിജയിക്കാനാവില്ലെന്ന് മന്ത്രിസഭാ അംഗം ബെൻ ഗവിർ ചൂണ്ടിക്കാട്ടി. ഹമാസിനെതിരെ സമ്പൂർണ്ണ വിജയം നേടുന്നതുവരെ ഗാസയിൽ ഇസ്രയേൽ ആക്രമണം തുടരുമെന്ന നെതന്യാഹുവിന്റെ പ്രസ്താവന പുറത്തുവന്നതിന് പിന്നാലെയാണ് മന്ത്രിമാരുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.